ദാവീദാത്മജനോശാന. ഏവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. നാം എപ്പോഴും ഈ പ്രാർത്ഥന ആവർത്തിക്കാറുണ്ട്. എൻ്റെ ഈശോയെ എന്നെ ഒന്ന് രക്ഷിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നാം എന്ത് രക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ അടുത്ത് ചില കുട്ടികളൊക്കെ ഓടി വന്ന് പറയാറുണ്ട്, സിസ്റ്ററെ വിസ കിട്ടി, രക്ഷപ്പെട്ടു. എൻ്റെ പൊന്നു സിസ്റ്ററെ, എത്ര നാളായി ഇവൻ്റെ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാം ശരിയായി, ഇനി കുടുംബം രക്ഷപ്പെട്ടു. ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന, നാം ആഗ്രഹിക്കുന്ന രക്ഷ ഇതിൽ മാത്രം ഒതുങ്ങിപ്പോകരുതേ എന്നൊരപേക്ഷയുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന കാര്യം നാം ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കുവാണെങ്കിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നാൽ ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന കാര്യം നേരെ ഓപ്പോസിറ്റായി സംഭവിക്കാറുണ്ട്. അപ്പോഴും എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ എന്ന് പ്രാർത്ഥിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നീ യഥാർത്ഥത്തിൽ രക്ഷ അനുഭവിക്കുന്ന വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ എപ്പോഴാണ് നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുക? നിത്യജീവൻ നമുക്ക് സ്വന്തമായി കഴിയുമ്പോഴാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, എന്താണ് നിത്യരക്ഷ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നു, ഏകസത്യ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും അറിയുക എന്നതാണ് രക്ഷ. ഈ ഓശാന തിരുനാളിൽ നമുക്ക് വേണ്ടത് ഈ അറിവാണ്. ഇന്നുവരെയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളിലും ദൈവമുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ നീ കടന്നു പോകുന്ന നിന്റെ സംഘർഷങ്ങളിൽ ദൈവത്തിൻ്റെ കരസ്പർശമുണ്ടെന്നും എല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ഒരു രക്ഷകൻ എൻ്റെ കൂടെ ഉണ്ട് എന്നും ഉറച്ചു വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ ഓശാന തിരുനാൾ അർത്ഥവും ആഴവുമുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു ആചാരം മാത്രമാകും. എന്നും നമ്മുടെ തിരുനാളുകൾ കൂടുതൽ അർത്ഥവും ആഴവുമുള്ളതായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.